മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്കാണ് കയറുന്നത്. കഴിഞ്ഞ ദിവസം ഫാമിലി സീരീസിൻ്റെ ബൈബിൾ സ്റ്റഡിയും അതിനോട് ചേർന്ന് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഡിസ്കസ് ചെയ്തു. 60ഓളം എപ്പിസോഡുകൾ നമ്മൾ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങളത് ഫലം ശ്രദ്ധിച്ചു കാണും. അത് യൂട്യൂബിലുണ്ട്. അത് കാണുകയും അതേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കാണുകയും, പ്രത്യേകിച്ചും തലമുറയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഡെലിവറൻസും എല്ലാം നമ്മൾ സംസാരിച്ചാണ്. നിങ്ങളത് കാണുക, പ്രാർത്ഥിക്കുക, ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനിയും തുടർന്ന് നമ്മളൊരു പുതിയ സീരീസിലേക്കാണ് കയറുന്നത്. പുതിയ സീരീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് യുവാക്കൾ, അതുപോലെ പ്രായമുള്ളവർ, കുടുംബസ്ഥരായിട്ടുള്ളവർ, സീനിയേഴ്സ്, ഇവരെല്ലാം തന്നെ ഒരുപാട് രീതിയിലുള്ള കഷ്ടതകളെ, പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടുന്നില്ല. പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രോഗ്രസീവായിട്ട് നടക്കുന്നില്ല. പല രീതിയിലുള്ള പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകും. അതുകൊണ്ട് ഇനിയുള്ള 50 എപ്പിസോഡുകളും നമ്മൾ ഡെലിവറൻസ്, വിടുതലിനെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ, ഡെലിവറൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അറിയാം, ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുകയും ഒരുപാട് പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരു വിടുതൽ ആവശ്യമാണ്. ഇതെല്ലാം പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലും ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ ഭവനത്തിലുള്ള ചില കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്കുള്ള ജോലി സംബന്ധമായ വിഷയങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇന്ന് കൂടുതൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുപോലെ കൂടുതൽ ആളുകൾ അതനുസരിച്ച് ഇന്ന് ലൈഫിൽ തന്നെ അവരുടെ ടോട്ടൽ ഔട്ട്ലുക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ആരാധനയ്ക്ക് നമ്മൾ പോകുമ്പോൾ ആരാധന എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ആരാധന എന്ന് പറഞ്ഞാൽ അത് വിടുതലാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു അതിപ്രസരത്തിൽ നമ്മളങ്ങ് എക്സൈറ്റഡ് ആകുകയും നമ്മളങ്ങ് തുള്ളുകയും ആനന്ദിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ കൂടി ചിലപ്പോൾ നമുക്ക് ഒരു മാനസിക സുഖം കിട്ടുകയും നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഡെലിവറൻസ് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ എക്സോൾട്ട് ചെയ്യുന്നത് ദൈവമല്ല, പലപ്പോഴും ആ പാസ്റ്ററും ആ പാസ്റ്ററുടെ ശുശ്രൂഷയുമാണ്. പാസ്റ്റർ നന്നായാൽ ആളുകൾ കൂടും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മ്യൂസിക് ഉണ്ടെങ്കിൽ, വർഷിപ്പ് ടീം ഉണ്ടെങ്കിൽ ആളുകൾ കൂടും, ഇല്ലെങ്കിൽ അതൊന്നുമില്ല എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ആളുടെ ഇടയിൽ വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ആരാധിക്കേണ്ടത് ആരാണ്? അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ്. അവനാണ് മാനവും സ്തുതിയും പുകഴ്ചയും എല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തങ്ങ് സ്തുതിക്കുക. അതും വേണ്ടെന്നല്ല, അതൊക്കെ വേണം, സ്തുതിക്കുക. എന്നിട്ട് അത് തന്നെ എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആരാധനകളാണ് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആരാധന, നമ്മുടെ മോട്ടീവ് എന്താണ്? ആരാധനയ്ക്ക് പോകുന്നത് എൻ്റെ കൊച്ചിന് ജോലി കിട്ടണം, എൻ്റെ രോഗം മാറണം, അല്ലെങ്കിൽ എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, എനിക്കൊരു കടമുണ്ട്, ആ കടഭാരം മാറണം, എനിക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ എന്നെ അംബീഷനായിട്ടിരിക്കുന്നു, ഞാനൊരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല, അത് നടക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മളെ ഈ ഡെലിവറൻസ്, അതിൽ നിന്നുള്ള വിടുതൽ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്നത്. അത് ഒരു രീതിയിൽ നല്ലതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, അതിൽ തന്നെ തെറ്റില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിടുതൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമുള്ള വിടുതലല്ല. നമ്മുടെ ശരീരത്തിൻ്റെ വിടുതൽ എന്നാ വരുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ നമുക്ക് കിട്ടുന്ന വിടുതൽ എന്ന് പറയുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ, അല്ലെങ്കിൽ രഹസ്യ വരവെങ്കിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ മരണത്തോടുകൂടി നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ പ്രയാണം അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുകയാണ്. അത് നമ്മുടെ വിടുതൽ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിട്ടുള്ള വിടുതലും മാനസികമായിട്ടുള്ള വിടുതലും ആണ് എന്നാണ് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ മാനസികമായും ആത്മീയമായുള്ള വിടുതലിനകത്ത് ശാരീരിക വിടുതലും വരും എന്ന് നമ്മൾ മറന്നു പോകുന്നു.
പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. പഴയ നിയമം ആവശ്യമില്ല എന്നല്ല, ആവശ്യമാണ്. ദൈവം നടത്തിയ വിധങ്ങളും ദൈവത്തിൻ്റെ ക്യാരക്ടറും എല്ലാം പഴയ നിയമത്തിലുണ്ട്, അത് മാറിയിട്ടില്ല. അത് ചേഞ്ച് ചെയ്യാത്ത ക്യാരക്ടറാണ് ദൈവത്തിൻ്റെ, അത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്, അത് ചെയ്യാനുള്ള കാരണം തന്നെ മനസ്സിൻ്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ്. അതിന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് വിഭിന്നമായി അത് കുറച്ചും കൂടി പ്രായോഗിക തലത്തിൽ മനുഷ്യനനുസരിക്കാൻ പറ്റുന്ന രീതിയിൽ യേശുക്രിസ്തുവിൽ കൂടി പഠിപ്പിക്കുകയും അത് അപ്പോസ്തലന്മാർ കൂടി നടപ്പാക്കുകയും ചെയ്ത ഒരു ശുശ്രൂഷയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജഡത്തിലുള്ള കാര്യം അല്ലെങ്കിൽ ശരീരത്തിലുള്ള കാര്യമാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ്റെ മനസ്സിനുള്ളതും ആത്മാവിനുള്ളതും അവൻ ഒരുക്കുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം അത് മാനുഷികമാണ്, അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കായും അതീതമായി മനസ്സിനും ആത്മാവിനും പ്രാധാന്യം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേ ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിനുണ്ടാവും എന്നുള്ളത് എപ്പോഴും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ മനസ്സിൻ്റെ രൂപാന്തരങ്ങൾ, ദൈവവുമായിട്ടുള്ള ബന്ധം, അതുകൊണ്ട് ദൈവവചനവുമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ആരാധനയുടെ കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ഉള്ള നടത്ത, അതിൽ കൂടിയുള്ള വിടുതൽ, അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ തീഷ്ണത, വിറ്റ്നസ്സിങ്ങിനുള്ള തീഷ്ണത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് ഈ അടുത്ത 50 എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു 15 മിനിറ്റുള്ള ഒരു ശുശ്രൂഷയാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. ഇതൊരു ശുശ്രൂഷ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നതിനാൽ ഇതൊരു ശുശ്രൂഷ തന്നെയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അതിലത് എൻഡ് ചെയ്യാനായിട്ട് ആ 15 മിനിറ്റ് നടക്കത്തില്ല. അതുകൊണ്ട് 1-2 എപ്പിസോഡൂടെ കഴിഞ്ഞിട്ട് ചിലപ്പം ആ ഒരു സബ്ജക്റ്റ് തീരുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യണം. ഒന്ന്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇത് ഇന്ന് പലർക്കും ഈ ചില സൈഡ് ലൈൻ ടീച്ചിങ്ങുകൾ ഇന്ന് പലതും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സഭ പറയുകയാണെങ്കിൽ ആ സഭയുടെ കാര്യമാണ് പഠിപ്പിക്കുന്നത്. പെന്തക്കോസ്ത് സഭ പറയുന്നത് പെന്തക്കോസ്ത് സഭയുടെ പ്രസ്ഥാനവും അതിൻ്റെ കാര്യങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. അതിനകത്തും പല കാര്യങ്ങൾ പല രീതിയിൽ വിശ്വസിക്കും. ഉദാഹരണം പറഞ്ഞാൽ IPC വിശ്വസിക്കുന്നവരല്ല TPM വിശ്വസിക്കുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് പറയല്ല. അതിനകത്ത് തന്നെ ചില ഡോക്ടറലായിട്ട് ആശയപരമായിട്ട് പല കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതുപോലെ മർത്തോമ സഭ പഠിപ്പിക്കുന്ന പോലെയല്ല CSI സഭ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ പല സഭകളിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മറന്നുപോകുന്നത്. ബൈബിൾ എന്ത് ബൈബിളാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാടുള്ള തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളുണ്ട്. പല മിനിസ്ട്രീസ് എന്നുണ്ട് പല തെറ്റായിട്ടുള്ള പഠിപ്പിക്കൽ. കാരണം എന്താണ്? അത് അവർക്ക് കിട്ടിയ റെവലേഷനാണ്. അത് അവർ പറയുന്നത് അത് ദൈവത്തിൻ്റെ ആണെന്ന്. ശരിയായിരിക്കാം, അവർക്ക് കിട്ടിയ വെളിപ്പാട് അവർക്ക് വേണ്ടി ദൈവം കൊടുത്തതാണ്. അത് ജനറലായിട്ടുള്ളൊരു പബ്ലിക്കിന് വേണ്ടി അല്ല ദൈവം കൊടുത്തത്. ജനറലായിട്ടുള്ള പബ്ലിക്കിന് വേണ്ടി വെളിപ്പെട്ടതാണ് വേദപുസ്തകം, നമ്മൾ വായിക്കുന്ന ബൈബിള്. ഈ ബൈബിളിനകത്ത് വേണ്ടതെല്ലാം നമുക്ക് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഞാൻ രാവിലെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ബൈബിള് 4000-5000 വർഷത്തിന് മുമ്പ് എഴുതിയതല്ലേ, പല സമയങ്ങളിലായിട്ട് എഴുതിയതല്ലേ, അതിൽ നിന്ന് സയൻസ് ഒരുപാട് പുരോഗമിച്ചു പോയിരിക്കുകയല്ലേ. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ട് ഇന്നത്തെ കാലഗതിക്കനുസരിച്ച് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യണം. അന്ന് പറഞ്ഞതുപോലെയല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫിനോമിന അനുസരിച്ച്, അങ്ങനെയാണ് പറഞ്ഞത്, ഇന്നത്തെ ഫിനോമിന അനുസരിച്ച് സ്ക്രിപ്റ്റേഴ്സ് ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഫിനോമിനയ്ക്ക് അനുസരിച്ചായിരിക്കണം സ്ക്രിപ്റ്റേഴ്സ് ഇൻറ്റർപ്രറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എപ്പിസോഡ് LGBTQവിൻ്റെ കാര്യം ഒരു എപ്പിസോഡ് ചെയ്തപ്പോഴേ ഒരാൾ ഫോൺ വിളിച്ച് പറയാം, അങ്ങനെ സഹോദരൻ പറയരുത്, അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായി. ഞാൻ ബൈബിളിൽ പറയുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അതിനപ്പുറമായിട്ട് വേറൊന്നും പറഞ്ഞില്ല. അതിനപ്പുറം വ്യത്യാസമായി അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്, നമ്മൾ മനസ്സിലാക്കണം, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് മനസ്സിലാക്കണം. പിശാച് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്.
എന്നാൽ സ്ക്രിപ്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് അൺചേഞ്ചിങ്, ഇറ്റ് ഈസ് ഫോർ എവർ ആൻഡ് എവർ. സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം 4000 വർഷമായാലും അടുത്ത 10,000 വർഷം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എറ്റേണിറ്റി വരെയും അത് ദൈവത്തിൻ്റെ വചനം തന്നെ. അത് മാറുന്ന ഒന്നല്ല. ഉൽപ്പത്തി നമ്മുടെ ഇഷ്ടമനുസരിച്ച് വേർതിരിക്കാനുള്ളതല്ല. നമ്മൾ ലോജിക്കായിട്ട് പലതും പറഞ്ഞു വെക്കും. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഹെവൻ ആൻഡ് എർത്ത്. അത് ഈ ഹെവൻ എന്ന് പറഞ്ഞൊരു വേർഡിനകത്ത് എന്തൊക്കെയാണ് മീനിങ് ഉള്ളത്? ഹെവനകത്ത് ഒരുപാട് മീനിങ് ഉണ്ട്. ആ മീനിങ് ഒന്നും നമുക്ക് അറിയത്തില്ല, എല്ലാം നമുക്ക് ഫുള്ളായിട്ട് അറിയത്തില്ല എന്തൊക്കെയുള്ളത്. നമ്മൾ കാണാത്ത ഒരുപാട് തലങ്ങളുണ്ട്. അത് നമ്മൾ കാണും എപ്പോഴാണ് അതിനെ മനസ്സിലാവും. നമ്മൾ കർത്താവിനെ പോലെ ആയി അവനോടൊപ്പം ആയിരിക്കുമ്പം ദൈവം പറഞ്ഞ ഹെവൻ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുവരെ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ ഈ ബുദ്ധിക്കകത്ത് അത് നമുക്ക് എടുക്കാനായിട്ട് പ്രയാസമുണ്ട്. അതിൽ ആ വ്യക്തി പറയുകയാണ് ദൈവം രാവും പകലും സൃഷ്ടിച്ചു. ദൈവം രാവും പകലും സൃഷ്ടിച്ചു, ശരിയാണ്. എന്നാൽ ഈ രാവിൻ്റെയും പകലിൻ്റെയും ഇടയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഇടയ്ക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ ഡോൺ ആൻഡ് ഡസ്ക്, രാവിലെയും വൈകിട്ടുള്ള സമയം. അന്നേരം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത പ്രകാശമില്ല, ഒരു ഇരുണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അന്നേരം അതിനെക്കുറിച്ച് എന്താ സഹോദരൻ പറയാത്ത? ഇങ്ങനെയൊക്കെ പല ലോജിക്കായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാം ബുദ്ധിപരമായി. എന്നാൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ദൈവം പറഞ്ഞതൊരിക്കലും നമ്മൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ മെറ്റന മിനിസ്ട്രീസ് ചാനൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത് വേദപുസ്തകം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെയാണ്. അല്ല ഒരു സഭ പഠിപ്പിക്കുന്നത് എന്താണ്, ഒരു ചർച്ച് പറയുന്നത് എന്താണ്, ഒരു ഡിനോമിനേഷൻ പറയുന്നത് എന്താണെന്നുള്ളതല്ല. വേദപുസ്തകം എന്ത് പറയുന്നു അത് അതുപോലെ. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, മാറാത്ത വചനമാണ്. ചിലരത് കൂടാതെ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലത് ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല, അതിനൊക്കെ ആയിട്ട് ചില വെളിപ്പാടുകളുണ്ട്. അതുകൊണ്ട് ബൈബിള് ആദ്യം തന്നെ ഞാൻ ഇന്നലേക്ക് തുടങ്ങുകയാണ്. ഡെലിവറൻസ്, വിടുതൽ എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ നിന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മുഖവരയായിട്ട് പറയാണ്, നമുക്ക് വിടുതലില്ലാത്ത ഒരു മനുഷ്യനും പറ്റത്തില്ല. എന്താണ് ഈ വിടുതലിൻ്റെ കാരണമായി തീർന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയാണ് ഈ വിടുതൽ വന്നത്? മനുഷ്യന് ബോണ്ടേജിലായതുകൊണ്ടാണ് വിടുതൽ വന്നത്. ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്തൊരു കെട്ടിൽ, ഒരു കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് എന്നാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ സ്വതന്ത്രനായി നല്ല രീതിയിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിച്ച മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടപ്പോഴാണ് ഈ ബോണ്ടേജ് വന്നത്. പ്രധാനമായും പാപമാണ് അവന് ബോണ്ടേജ് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണ് ആരംഭിച്ചതെന്ന് നമുക്കറിയാം. അനുസരണക്കേടിനകത്ത് പാപം വന്നു. ഇതെല്ലാം പല പ്രാവശ്യങ്ങൾ നമുക്കറിയുന്നതാണ്. നമ്മുടെ പൂർവ്വപിതാവായ ആദാമിൽ കൂടി ഹവ്വായിൽ കൂടിയൊക്കെ പാപം വന്ന കാര്യമൊക്കെ അറിയാം. അതുകൊണ്ട് മനുഷ്യൻ ഇപ്പോഴ് എന്താണ്, ജനിക്കുമ്പോൾ തന്നെ അവൻ ബോണ്ടേജിലാണ്. അതിന് പ്രധാനമായ കാര്യം മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടുക എന്നതാണ് പ്രധാനമായ ആശയം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക, ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നതാണ്. അതാണ് വിടുതൽ. ഈ കെട്ടുകളിൽ നിന്ന് നമ്മളെ വിമുഖരാക്കി, നമ്മളെ ഫ്രീ ആക്കി വിടുന്ന ഒരു കാര്യം. മനുഷ്യൻ ജനിക്കുമ്പോൾ അടിമത്വത്തിലാണ്. അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ്? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി 1:26 ദൈവം പറയുന്നതാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സ്വാദർശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ലെറ്റ് us make man in our image to be our likeness. ഈ ട്രയൂൺ ഗോഡ് ആദ്യമേ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അവർ ഇമേജ്, നമ്മുടെ സ്വരൂപത്തിൽ, അവർ ലൈക്ക്നെസ്, നമ്മുടെ സാദൃശ്യപ്രകാരം. നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രീതിയിലുള്ള ഒരു ദൈവം ആത്മാവാണെന്നറിയാമല്ലോ. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ആ ദൈവം ആത്മാവാണ്, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ദൈവത്തിനൊരു ദേഹരൂപ പ്രതിമയായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. ഒരു പ്രതിമയല്ല, ഒരു ദേഹവും നമുക്ക് ദൈവത്തിന് കാണാനായിട്ട് പറ്റത്തില്ല. എങ്ങും കണ്ടിട്ടില്ല ആരും ദൈവത്തെ അങ്ങനെ ആ ദേഹരൂപത്തിൽ ആരും കണ്ടിട്ടില്ല. മോശ പോലും കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആ ബൈബിളിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല ദേഹരൂപത്തിൽ കണ്ടത്. ദേഹരൂപത്തിൽ കണ്ടത് യേശുവിലാണ്. ദൈവത്തെ നമുക്ക് ദേഹരൂപത്തിൽ കാണാനായിട്ട് പറ്റി. അപ്പോൾ ദൈവത്തിന് നമ്മളുമായിട്ടൊരു മോറൽ റിസംബ്ലൻസ് ആൻഡ് സ്പിരിച്വൽ റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടും ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ജീവൻപ്രദമായിട്ടും ഉള്ള ഒരു റിസംബ്ലൻസ് ആണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്
ശരിക്കും അത് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1 കൊരിന്ത്യർ 11:7 പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും. അത് സ്ത്രീയുടെ കാര്യവും പറയുന്നുണ്ട്, സ്ത്രീയോ പുരുഷൻ്റെ തേജസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഫിസിക്കൽ റിസംബ്ലൻസും കാണാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ശരിക്കും ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട്. ഒരു മോറൽ റിസംബ്ലൻസും ഉണ്ട് ആത്മാവ് ക്രിയേറ്റ് ചെയ്യുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണുകൊണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. ആളെല്ലാം തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട്. മണ്ണും പൊടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അത് ഈ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ വന്ന് അവനോട് ഇങ്ങനെ നൂതി എന്നൊക്കെ വിചാരിക്കും. ആ ഒരു മീനിങ്ങിലല്ല അതെടുക്കേണ്ടത്. ദൈവം ഡസ്റ്റിൽ നിന്ന് അവനെ ഫോം ചെയ്തതിന് ശേഷം, അവനെ എടുത്തതിന് ശേഷം അവനിൽ ദൈവത്തിൻ്റെ ജീവൻ പകരുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ആത്മാവിനെ പകർന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ മാൻ ബിക്കെയിം എ ലിവിങ് സോൾ. 1 കൊരിന്ത്യർ 15:45 ദ ഫസ്റ്റ് മാൻ ആഡം വാസ് മെയ്ഡ് എ ലിവിങ് സോൾ. അതാണ് പൗലോസിൻ്റെ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് മനുഷ്യൻ്റെ ക്രിയേഷനകത്ത് സോൾ ഈസ് ദ സെൻട്രൽ പാർട്ട്, ജീവനുള്ള ദേഹി. ഓക്കെ, അതായത് അത് സെൽഫ് കോൺഷ്യസ് ആവുന്ന ഒരു കാര്യമാണ് വിത്ത് ഇമോഷൻ ആൻഡ് ഇൻ്റലിജൻസ്. നമ്മുടെ വികാരവും ബുദ്ധിയും എല്ലാം അതിനകത്തുള്ളതാണ്. എന്നാൽ സ്പിരിറ്റ് ഈസ് ഗോഡ് കോൺഷ്യസ്. ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ സോൾ ഈസ് ദ മിഡ് പോയിന്റ് വിച്ച് കണക്ട്സ് വിത്ത് ബോഡി ആൻഡ് സ്പിരിറ്റ്. അന്നേരം ആത്മാവുമായിട്ടും ശരീരമായിട്ടും ബന്ധപ്പെടുന്നതാണ് ഈ ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഡെലിവറൻസ്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഡെലിവറൻസ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഡെലിവറൻസ് ആണ്. എന്നാൽ നിങ്ങളുടെ സോള്, നിങ്ങളുടെ ജീവൻ ഇരിക്കുന്ന, നിങ്ങളുടെ മനസ്സെന്ന് വേണമെങ്കിൽ പറഞ്ഞു നിങ്ങൾ വിളിച്ചു, നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ഇരിക്കുന്ന ദേഹി, അതിൻ്റെ രൂപാന്തരം വരുമ്പോഴാണ് നിങ്ങൾക്ക് ടോട്ടൽ ഡെലിവറൻസ് വരുന്നത്. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ഡെലിവറൻസ് വരും. അതുകൊണ്ട് നമ്മൾ ഡെലിവറൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ എപ്പോഴും ഒരു ശരീരത്തിൻ്റെ ഡെലിവറൻസ് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിയാണ്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാം വിടുതൽ വേണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല, അതൊക്കെ ഉണ്ടാവും. അതെല്ലാം ദൈവം തരും നമുക്ക്. നിങ്ങൾ ഈ 50 എപ്പിസോഡ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വീണ്ടും എടുത്തു പറയുകയാണ്, നമുക്കൊരു ടോട്ടൽ ഡെലിവറൻസ് എല്ലാ രീതിയിലും കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഈ 50 എപ്പിസോഡിനകത്ത് നമ്മൾ കുത്തി നിറച്ചിട്ടുണ്ട്. ബൈബിളിൽ നിന്ന് ഒരുപാട് ബൈബിൾ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഡെലിവറൻസിൻ്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് ശക്തമായി ഇതിൽ കേൾക്കാം. ഓരോ മെസ്സേജുകളും കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, അതിൻ്റെ ഇടയ്ക്കും പ്രാർത്ഥിക്കും ചില പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ. അത് എൻ്റേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെയൊക്കെ ഒരു വലിയ ഡെലിവറൻസ് വരും, നമുക്ക് കാണാം. അത് ശക്തമായൊരു ഡെലിവറൻസാണ് വരുന്നത്, ആത്മാവിൻ്റെ ശക്തിയിലുള്ള ഡെലിവറൻസാണ്. അത് നിങ്ങൾ ഏറ്റെടുത്ത് പറയുമ്പോൾ അവിടെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങളോട് അറിയിച്ച് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് അത് പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനകത്ത് ഈ 3 ഘടകമുണ്ട്. നാം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞപ്പോഴേ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ഏകമായിട്ടുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ഈ 3 ഘടകമുണ്ട്. നമ്മൾ പറയുന്നത് എന്തുവാ? ശരീരം, ദേഹി, ആത്മാവ്. എന്നാൽ ബൈബിൾ പറയുന്നത് എന്തുവാണ്? ബൈബിൾ പറയുന്നത് ആത്മാവ്, ദേഹി, ശരീരം. കാരണം എന്താണ്? ശരീരം നശ്വരമാണ്, മറ്റേത് രണ്ടും നശിക്കുന്നില്ല. ആത്മാവ് എങ്ങനെ ഇരിക്കുക കണ്ടിട്ടുണ്ടോ? ഇല്ല. ദേഹി എങ്ങനെ ഇരിക്കുക കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെല്ലാം നിങ്ങളുടെ രൂപത്തിൽ തന്നെ ആയിരിക്കുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോഴാണെന്നറിയാം? യേശുക്രിസ്തുവിൻ്റെ അരികെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ പറയാനാ?
ആത്മാവിനെ കണ്ടിട്ടുള്ളത് ചോദിച്ചാൽ എന്തോ പറയാനാ? ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആരും കണ്ടിട്ടില്ല. നോബഡി ഹാസ് സീൻ ഇറ്റ്. അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. പ്രാവ് പോലെ വന്നെന്നോ ഒക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ രൂപം തന്നെയാണ്. അതുപോലെ തന്നെ ഇരിക്കുക. നിങ്ങളുടെ ദേഹി എങ്ങനെ ഇരിക്കുക, അതിൻ്റെ രൂപം നിങ്ങളെ പോലെ തന്നെയാണ്. എന്നാൽ നമ്മളത് കണ്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ആത്മാവിൻ്റെയും ദേഹിയുടെയും രൂപാന്തരം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഡെലിവറൻസ് വരും. അതാണ് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇന്ന് എൻ്റെ ഇവിടെ സമയം അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെലിവറൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കൊണ്ട് കയറുകയാണ്, അതിൻ്റെ സിസ്റ്റത്തിലേക്ക് കയറുക. ഞാൻ ആദ്യം പറയാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മനുഷ്യനെ ദൈവം ദേഹി, ദേഹം, ആത്മാവ്, ഈ 3 ഘടകങ്ങൾ കൂട്ടിയാണ് സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെ അവൻ്റെ ഇമേജിൽ മാൻ ഈസ് ഹെവൻസ് മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവസൃഷ്ടിയുടെ മകുടമായി, ദ ക്രൗണിങ് വർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ക്രൗണിങ് വർക്കായിട്ട് ദൈവം ഉണ്ടാക്കിയതാണ് ഈ മനുഷ്യനെ. അത് ദൈവത്തിന് പല പർപ്പസും ഉണ്ടായിരുന്നു. അന്നത്തെ പർപ്പസ് ഇതുവരെയും ഫുൾഫിൽ ചെയ്തിട്ടില്ല. ഇനിയും നടക്കാനിരിക്കുന്നേ ഉള്ളൂ ആ പർപ്പസ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഡെസ്റ്റിനി അവിടെ തീർന്നു പോയിട്ടൊന്നുമില്ല. മനുഷ്യൻ ഇപ്പോഴും ജനിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുണ്ടാവുമായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. കർത്താവിൻ്റെ വരവ് വന്നതിന് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും അവൻ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളതാണ് മനുഷ്യൻ. അവൻ്റെ ക്രിയേഷനാണ് മനുഷ്യൻ. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനുണ്ടായത്. അല്ല അമീബയിൽ നിന്ന് പൊട്ടി വന്നതും കുരങ്ങ് വാല് പോയതും ഒന്നുമല്ല മനുഷ്യൻ. ദൈവത്തിൻ്റെ ക്രിയേഷനകത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം സ്വാതന്ത്ര്യമായി മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ അവൻ എന്നും സ്വതന്ത്രനായി തന്നെ ഇരിക്കണം. ഒന്നിൻ്റെയും ബോണ്ടേജിൽ അവൻ വരാനായിട്ട് പാടില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഏതെങ്കിലുമൊക്കെ, എനിക്കറിയത്തില്ല, ഏതെങ്കിലുമൊക്കെ കെട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം അതിനെല്ലാവരും വിടുതൽ തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ സ്വതന്ത്രരാക്കി സൃഷ്ടിച്ച ഈ ഭൂമിയിലാക്കിയെങ്കിൽ ഞങ്ങൾ മുഖാന്തരം ഞങ്ങളെ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിയാനായിട്ട് അതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് തുടക്കം മാത്രമാണ്. വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ. നോളജ് വിൽ മേക്ക് എസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡെലിവറൻസ്. ആദ്യത്തെ പടി, ഡെലിവറൻസിൻ്റെ ആദ്യത്തെ പടിയാണ് അറിവ്. ഞങ്ങളുടെ ജീവിതങ്ങളിലെ ഇഗ്നോറൻസ്, അറിവില്ലായ്മ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് പരിജ്ഞാനത്തിലേക്ക് ഞങ്ങളെ നിറയ്ക്കും. അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താനായിട്ടുള്ള ആദ്യ പടിയാണ്. ഞങ്ങളതിലേക്ക് അങ്ങോട്ട് കയറുക. കർത്താവേ, നീ സഹായിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതൊക്കെ പ്രയാസങ്ങൾ കൂടി കടന്നു പോയാലും കർത്താവെ, നിൻ്റെ വിടുവിക്കുന്ന കരങ്ങളെ അവരെ തൊടുകയും സഹായിക്കുകയും ചെയ്യണം. ഇന്ന് കർത്താവെ, ഞങ്ങൾ ജനറലായിട്ട് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവമേ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നീ അറിയുന്നുണ്ടല്ലോ, ഹൃദയം അങ്ങോട്ട് ദൈവത്തിലേക്ക് പകരുമ്പോഴേ ദൈവമേ, എന്തൊക്കെ നിരാശകൾ, എന്തൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. തീർച്ചയായും ഇത് തുടക്കമാണ്. തുടർമാനമായിട്ട് കാണണം. നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.